والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സമാദരണീയരായ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സർവോപരി ഈ അനുഗ്രഹീത സദസ്സിനെ ധന്യമാക്കുന്ന പ്രിയങ്കരരായ സഹപ്രവർത്തകരെ, ജ്യേഷ്ഠനുജ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ സദുദ്യമത്തെ പോരായ്മകൾ പരിഹരിച്ച് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും നാളെ ആഖിറത്തിനും ഉപകരിക്കുന്ന ഫലപ്രദമായൊരു കർമ്മമായി അല്ലാഹു തആല നമ്മിൽ നിന്നത് സ്വീകരിക്കട്ടെ. പൂർവികരായ മഹത്തുക്കൾ നമുക്ക് തെളിയിച്ചു തന്ന പാതയിലൂടെ അടിയുറച്ച് മുന്നോട്ട് പോവാൻ റഹ്മാനായ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഥവാ യഥാർത്ഥ ദീനിന്റെ താവഴി എന്തു ത്യാഗം ചെയ്തും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 1,00,000-ലേറെ പ്രവാചകന്മാരെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സമൂഹങ്ങളിലേക്ക്, വിവിധ കാലഘട്ടങ്ങളിൽ അയക്കുകയുണ്ടായത്. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രവാചക പരമ്പര പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ആ പ്രബോധന പ്രവർത്തനം ഒരിക്കലും നിലക്കാൻ പാടില്ല. പരിശുദ്ധ ദീന് എക്കാലത്തും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിനെ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കുവാനും അതിനെതിരെ വരുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രതിരോധിക്കാൻ ആവശ്യമാകുന്ന കവചം തീർക്കുക എന്നുള്ളതും കാലാന്തരങ്ങളിലൂടെ കടന്നുവരുന്ന പണ്ഡിതന്മാരുടെ, ഉമറാക്കളുടെ വലിയ ബാധ്യതയാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് തന്നെ, തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന വ്യാപകമായി മലയാളി മുസ്ലിം ലോകത്തെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ അവിടങ്ങളിലെല്ലാം കാലോചിതമായി ആവശ്യമാകുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി പരിശുദ്ധ അഖിലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് കാവലിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ സംസ്ഥാനതല ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ് ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഒരാമുഖമെന്നോണം 1-2 കാര്യങ്ങൾ ഈ സദസ്സിന്റെ മുമ്പാകെ വെക്കുക എന്നുള്ളതാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നേർവഴിയായി നിർദ്ദേശിച്ച ഏറെ ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമായൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ നേർചിത്രമാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. എന്നാൽ ഈ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ ഏത് നേരിനുമെതിരെ നെറുകേടുകൾ ധാരാളമുണ്ടാകും. ഏത് ഒറിജിനലിനും സമാന്തരമായി ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകും. വില കൂടുന്നതിനനുസരിച്ചുകൊണ്ട് കൃത്രിമങ്ങളും നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ വർദ്ധിക്കുക എന്നുള്ളതൊരു സ്വാഭാവിക പ്രവണതയാണ്.
അതുകൊണ്ട് തന്നെ ഏറെ വിലയേറിയ, ഏറെ പ്രസക്തമായ, ഏറെ ഉത്കൃഷ്ടമായ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് മറ്റൊന്നും ചെയ്യുന്നതിലേറെ നമ്മൾ അല്ലാഹുവിനോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമാണ്. പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ നാമങ്ങൾ പരിശോധിച്ചാൽ തന്നെ അതിന്റെ അകമ്പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫാത്തിഹയാണ് ഒന്ന്, തുടക്കമാണ്. സബഅൽ മസാനിയാണ്, ആവർത്തിക്കപ്പെടുന്ന 7 സൂക്തങ്ങളാണ്. സൂറത്തു ദുആ എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന, പഠിപ്പിച്ചു തരുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതോടൊപ്പം തന്നെ ഉമ്മുൽ കിതാബ് എന്ന സൂറത്തുൽ ഫാത്തിഹയുടെ പേരുണ്ട്. എന്താ ഉമ്മുൽ കിതാബ്? കിതാബിനെ പ്രസവിക്കുന്ന മാതാവ്, അഥവാ പരിശുദ്ധ ഖുർആന്റെ ആകത്തുകയാണ് ഫാത്തിഹയിലുള്ളത്. ഈ ഫാത്തിഹയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ദുആഇന്റെ, ദീനിന്റെ മുഖദ്ദിമയാണ്. അത് അള്ളാഹുവിനോടുള്ള സ്തുതികീർത്തനങ്ങൾ, അള്ളാഹുവിന്റെ സ്തുതിക്കലാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം നേടലാണ്, അള്ളാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണമാണ്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എന്താണ് അതിന്റെ പൊരുള്? ഏതൊരു കാര്യവും ആരംഭിക്കാൻ, ഉദ്ഘാടനം ചെയ്യാൻ, തുടക്കം കുറിക്കാൻ നമ്മൾ മനസ്സിൽ നമ്മുടെ ഉള്ളിലേറെ പ്രിയപ്പെട്ട ഒരാളെയാണ് തിരഞ്ഞെടുക്കുക. അത് അയാളുടെ ഇഷ്ടം നേടാൻ അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിമെന്റ് ആണ്. നമ്മൾ വീട്ടിലൊരു കല്യാണം നിശ്ചയിച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കും, ആരോടൊപ്പം ആദ്യം പറയാം, അങ്ങനല്ലേ? എന്നിട്ട് ആ പറയാൻ ചെന്ന് നമുക്ക് മനസ്സിൽ ഇടം തേടിയ ഒരാള് അടുത്ത് എന്നിട്ട് പറയും, എൻ്റെ കുട്ടിൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാനത് ആദ്യമായിട്ട് നിങ്ങളോടാണ് പറയുന്നത്, ആദ്യമായിട്ട് ഞങ്ങളോടാണ് പറയുന്നത്. അപ്പൊ മനസ്സിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും ആ പരിഗണനയുടെ വിളംബരവുമാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് ശുഭകാര്യങ്ങളും ആരംഭിക്കുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അബിത്തർ, അത് ഭാഗ്യമറ്റതാണ്. അള്ളാഹുവിന്റെ സൗഭാഗ്യം അതോടുകൂടെ നിലച്ചു പോകും, അതിൽ ബർക്കത്തില്ലാണ്ടായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് കാവലിനെ തേടി പിശാചിന്റെ ശർറിൽ നഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. വീണ്ടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ചവനെ സകല സ്തുതി കീർത്തനങ്ങളും. എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ആരെ സ്തുതിച്ചാലും അതിന്റെ അൾട്ടിമേറ്റ്, അതിന് ആത്യന്തികമായി എത്തുന്നത് അല്ലാഹുവേ നിന്നിലേക്കാണ്. ഈ പ്രപഞ്ചത്തിൽ ആരെ സ്തുതിച്ചാലും ഒരു ഗുണത്തിന്റെ നേട്ടത്തിന്റെ പേരിൽ മനസ്സുരുകി ഒരു സനാഉൻ ബിൽ ഖൈർ, നന്ദി കൊണ്ട്, ഒരു ശുഭകാര്യം കൊണ്ട് ഒരാൾ പുകഴ്ത്തിയാൽ അതൊക്കെ ചെല്ലുന്നത് അല്ലാഹുവേ നിന്നിലേക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അതിന് കാരണം? നീ റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ്. റബ്ബ് എന്ന് പറഞ്ഞ പദം തന്നെ തർബിയത്തുൽ ഔലാദ് എന്നാണ് വരുന്നത്. ചോദിച്ചത് നൽകുന്നവനല്ല, കണ്ടറിഞ്ഞ് ഒരു കുട്ടിയെ പരിപാലിക്കുന്ന, പോറ്റുന്ന ഒരു മാതാവ്, ആ കുഞ്ഞിന്റെ മുഖലക്ഷണങ്ങളും ആ കുഞ്ഞിന്റെ ബാഹ്യപ്രകടനങ്ങളും ചേട്ടകളും അംഗവിക്ഷേപങ്ങളും കണ്ടുകൊണ്ടാണ് ആ കുട്ടിക്ക് ഓരോന്നും സമയാസമയം ചെയ്തു കൊടുക്കേണ്ടത്. എന്ന പോലെ കാരുണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമായി ലോകമെക്കാലവും പറയുന്നത് മാതൃത്വമാണ്, അമ്മയാണ്, ഉമ്മയാണ്. ഈ ഉമ്മ തന്റെ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു കെയർ, ഒരു പരിരക്ഷ, ഒരു പരിചരണമുണ്ട്. അതുപോലെ ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന ഈ അണ്ടകടാഹത്തിന്റെ അധിപനായ അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, നിനക്കാണ് സകല സ്തുതികളും. ഈ പ്രപഞ്ചത്തിൽ ഏത് സ്തുതികൾ നടന്നാലും
ആരാരെ പുകഴ്ത്തിയാലും ആരാരോട് നന്ദി സൂചകമായി സംസാരിച്ചാലും അതെല്ലാം ചെന്നെത്തുന്നത് ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹുവേ നിന്നിലേക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയാണ്. റഹ്മാൻ, ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് അല്ലാഹുവിനോട് നന്ദി കാട്ടിയോ നന്ദികേട് കാണിച്ചോ അനുസരിച്ചോ ധിക്കരിച്ചോ നോക്കിയിട്ടല്ല. എല്ലാവർക്കും അല്ലാഹു തആല വിഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്. കൊമേഴ്സിൽ ഒരു തിയറി ഉണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണ്? ആവശ്യാനുസരണമുള്ള വിതരണമാണ്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അല്ലാഹു ഒരുക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങൾ എങ്ങനെയാണ്? ഒരു പക്ഷേ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു തിമർത്ത മണിക്കൂറുകൾ നീണ്ട മഴ പെയ്തു. ആ മഴ അങ്ങ് സൗദി അറേബ്യയിലാണെങ്കിൽ ആ നാടിൻ്റെ കഥ പോയി പോകും. ഒരു കൊല്ലം കേരളത്തിൽ പെയ്യുന്ന മഴ സൗദി അറേബ്യക്ക് അല്ലാഹു കൊടുത്താൽ ആ രാജ്യമുണ്ടാവില്ല. ഒരു കൊല്ലം സൗദി അറേബ്യയുടെ കാലാവസ്ഥ കേരളത്തിന് അല്ലാഹു നൽകിയാൽ നമ്മുടെ നാടും ഉണ്ടാവില്ല. അതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ്? ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിന് ഒറ്റ പല്ലും അല്ലാഹു കൊടുക്കുന്നില്ല. എന്തേ കാരണം? ആ കുഞ്ഞിന് അപ്പം കിട്ടുന്ന ഭക്ഷണത്തിന് പല്ല് ആവശ്യമില്ല എന്ന് മാത്രമല്ല, അപ്പം 32 പല്ലും കൊണ്ടാണ് ആ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ കിട്ടുന്ന ഭക്ഷണം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഒറ്റ കടി കടിച്ചാൽ മാതാവ് ഒരു പക്ഷേ വിചാരിക്കും ഇനി പഹയനത് കൊടുത്താൽ പറ്റില്ല എന്ന്. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേണ്ടെന്ന് വെക്കുക. 8-9 മാസമാകുമ്പോൾ മുമ്പിൽ 2 പല്ല് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് പോലത്തെ നേർത്ത സാധനങ്ങളൊക്കെ കഴിക്കാനും ചവക്കാനുമാണ്. അങ്ങനെ മെല്ലെ മെല്ലെ വായിൽ പല്ല് നിറക്കുന്നതോടുകൂടെ അവന്റെ ഭക്ഷണത്തിന്റെ മെനുവും സിസ്റ്റവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരീരത്തിൽ ഓരോന്നും അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ്? റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം നൽകുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് ഓക്സിജനും അല്ലാത്തവർക്ക് കാർബൺ ഡൈ ഓക്സൈഡും അല്ല നൽകുന്നത്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്, ശ്വസിക്കാനുള്ള വായുവുണ്ട്, നടക്കാൻ ഈ ഭൂതലത്തെ അല്ലാഹു തആല പാകപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും ഒരുക്കുന്നു. അവൻ നന്ദി കാണിക്കുന്നു, നന്ദികേട് കാണിക്കുന്നുണ്ടോ, എന്നെ അനുസരിക്കുന്നുണ്ടോ, ധിക്കരിക്കുന്നുണ്ടോ, എനിക്ക് ആരാധന ചെയ്യുന്നുണ്ടോ, എന്നെ പരിഹസിക്കുന്നുണ്ടോ, അതൊന്നും നോക്കിയിട്ടല്ല. എല്ലാം റഹ്മാനായ റബ്ബ്. റഹീമോ, എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതർഹമായ പ്രതിഫലം ഒരുക്കി പാരത്രിക ജീവിതത്തെ കാത്തിരിക്കുന്ന തമ്പുരാൻ അവനാണ് റഹ്മാൻ. അർ-റഹ്മാനുർ റഹീം, അർ-റഹ്മാനുർ റഹീം. അല്ലാഹുവിനെ, റഹ്മാനായ റഹീമായ അല്ലാഹുവിനെ നമ്മളിങ്ങനെ പുകഴ്ത്തി അല്ലാഹുവിന്റെ സമീപത്തിലേക്ക് എത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. അധികാരം എക്കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരെയും ആകർഷിക്കുന്ന, എല്ലാവരുടെയും വിലയും നിലയും നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവിടെ ഒരാൾക്കും ഒരു അധികാരവുമില്ല. അമ്പിയാക്കൾ പോലും നഫ്സി നഫ്സി എന്ന് പറയുന്ന, അള്ളാഹുവിന്റെ ശ്രേഷ്ഠ ജനങ്ങൾ പോലും സ്വന്തം കാര്യത്തിൽ വിലപിച്ചു പോകുന്ന, പ്രസവിച്ചിട്ട കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് മാതാവ് ഓടിപ്പോകുന്ന കരുണ പറ്റിയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ എണീറ്റ് നിൽക്കുമ്പോൾ ആ മഹ്ശറയുടെ അധിപനാണ്, പരലോകത്തിന്റെ രാജാവാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. ഏതർത്ഥത്തിലാണെങ്കിലും ഒരാൾക്കും കൈയുയർത്താൻ, ഒരാൾക്കും നാക്കുയർത്താൻ, ഒരാൾക്കും അധികാരത്തിന്റെ ഒരു ഫലമില്ലാത്ത ലോകത്ത് നീയാണല്ലോ റബ്ബേ എല്ലാത്തിന്റെയും അധിപൻ എന്ന് പറഞ്ഞ് മാലിക് യൗമിദ്ദീൻ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാനും പുകഴ്ത്താനും ഒന്നുമില്ല. അഥവാ ദുആന്റെ ആദാബപ്പെട്ടതാണ് മദ്ഹ് എന്നർത്ഥം. ഏറ്റവും മിനിമം അള്ളാഹുവിനെ മദ്ഹിയ, അള്ളാഹുവിനെ മദ്ഹ് ചെയ്ത് അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിനെ പരിഗണിച്ച് എന്നിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു, പടച്ചോനെ എൻ്റെ ആരാധനകളെല്ലാം നിനക്കാണ്. ഇയ്യാക നസ്തഈൻ, എൻ്റെ തേട്ടങ്ങളെല്ലാം നിന്നിലേക്കാണ്. ഞാൻ എവിടെ എങ്ങനെ തേടിയാലും അതിൻ്റെ ആത്യന്തികമായ തേട്ടം നിന്നോടാണ്. ഇയ്യാക നഅ്ബുദു,
കാരണം ദൂരെ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിച്ച് അള്ളാഹുവിൽ സ്തുതി അർപ്പിച്ച് റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ വാഴ്ത്തി സമർപ്പണത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ സമീപസ്ഥനാവുകയാണ്. ഇയ്യാക, പടച്ചോനെ നേർക്ക് നേരെ കാണുകയാണ്, അള്ളാഹുവിന്റെ അടുത്തെത്തുകയാണ്. അഥവാ സുഹബത്തിന്റെ മാർഗവും മദ്ഹാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മിനിമം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദൂരെ നിൽക്കുന്ന ഒരാളോട്, അകലെ നിൽക്കുന്ന ഒരാളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായി അത് മാറുന്നതിന്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനസ്സിന്റെ അടുപ്പമാണ്. അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിൽ ഹംദർപ്പിച്ച് അള്ളാഹുവിൽ സനാ അർപ്പിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നീയല്ലാതെ ആരുമില്ല പടച്ചോനെ, എല്ലാം നിന്നിലാണ്, എല്ലാം നിന്നിൽ നിന്നാണ്. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഇത് തേടാനാണ്, ഈ തേട്ടമാണ് മുഖ്ഫുൽ ഖുർആൻ, ഖുർആന്റെ അകക്കാമ്പാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേർവഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. അത് സിറാത്തുൽ ഖുർആനി വൽ ഹദീസ് എന്നല്ല, സിറാത്തുൽ ഖുർആൻ എന്നല്ല, നേരായ വഴിയിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണേ. ഇനി അവിടെ ഒരു അവ്യക്തത കാലാകാലങ്ങൾ നിലനിൽക്കാൻ പാടില്ല, കാലാകാലങ്ങൾ നിലനിൽക്കാൻ പാടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത്. നീ അനുഗ്രഹിച്ചവരായ പൂർവികരായ മഹത്തുക്കളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ. അവിടെയും ഇനി പൂർവികർ പലതും ഉണ്ടാവാം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ, ജൂതരുടെ മാർഗമല്ല, ക്രൈസ്തവരുടെ മാർഗമല്ല, മാർഗഭ്രംശം സംഭവിച്ചവരുടെ മാർഗത്തിലേക്കല്ല, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞാനതാ പറഞ്ഞത്, ഒന്ന് ഒരു ദുആയാണ് ഫാത്തിഹയുടെ ആകത്തുക, ഖുർആന്റെ ആകത്തുക, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതിന്റെ മുഖദ്ദിമയാണ് അതിന്റെ മുമ്പുള്ള ആയത്തുകളൊക്കെ. അതിന്റെ ക്ലാരിറ്റിയാണ്, അതിന്റെ വ്യക്തത വരുത്തലാണ് അതിന്റെ ശേഷമുള്ളത്. ഈ പരിപാടിയുടെ ലക്ഷ്യവും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഘടകങ്ങൾ, ജൂത വഴിയും ക്രൈസ്തവ വഴിയും, സ്വാഭാവികമായും നമ്മുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ, നമ്മുടെ വഴി തിരിച്ചുവിടാൻ എക്കാലത്തും നിഴൽ പോലെ നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് സബ്ഉൽ മസാനിയിൽ അല്ലാഹു തആല 17 തവണ നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്തേ പറ്റൂ, എങ്കിലേ നമ്മുടെ നിസ്കാരം ശരിയാകൂ. അങ്ങനെയല്ലേ? സൂറത്തുൽ കാഫി എന്ന് ഫാത്തിഹയ്ക്ക് പേരുണ്ട്. എന്താണ്? ഫാത്തിഹ ഓതാതെ നിവൃത്തിയില്ല. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇനി സൂറത്ത് ഓതേണ്ട സ്ഥാനത്തും ഫാത്തിഹ ഓതിയാൽ അത് കാഫിയാണ്. നേരെ മറിച്ച് ഫാത്തിഹയ്ക്ക് കാഫിയാകുന്ന വേറൊന്നും ഖുർആനിൽ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആന്റെ ആകത്തുക, ദീനിന്റെ ആകത്തുക, നമ്മുടെ ജീവിതത്തിന്റെ ആദർശത്തിന്റെ ഫാത്തിഹ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഫാത്തിഹ നമ്മുടെ അഖീദയാണ്, ഫാത്തിഹ നമ്മുടെ ആദർശമാണ്, ഫാത്തിഹ നമ്മുടെ അമലാണ്, ഫാത്തിഹ നമ്മുടെ കൃത്യമായ ഒരു വഴിയാണ്, ഫാത്തിഹയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എന്ന് ഫാത്തിഹയുടെ പൊരുൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളും ഓർക്കേണ്ടത്, ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജംഇയ്യത്തുൽ ഉലമ ഈ ആദർശത്തിന് കാവലിരിക്കാൻ 1 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ മഹത്തുക്കൾ ഇലാഹിയായ തൗഫീഖ് കൊണ്ട് നമുക്ക് നിർമ്മിച്ചു തന്ന മഹിതമായ ഒരു ആദർശ പ്രസ്ഥാനമാണ്. ദീന് കൃത്യമായും കാലം ഇങ്ങനെ പുരോഗതി പ്രാപിക്കുന്തോറും നമുക്ക് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും, സ്വത്ത് പ്രതിസന്ധികൾ നമ്മെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. 10 കൊല്ലം മുമ്പത്തെ, ഒരു 20 കൊല്ലം മുമ്പത്തെ, 30 കൊല്ലം മുമ്പത്തെ ദീനീ സാഹചര്യത്തിലുള്ള വെല്ലുവിളികളും എതിർപ്പുകളും പ്രശ്നങ്ങളും അല്ല ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ CH ഐദുറുസ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ഒരിക്കൽ കടമയൂർ റഹ്മാനിയ അറബിക് കോളേജിൽ വന്ന് സുബഹിന് ശേഷം നസീഹത്ത് നടത്തുകയാണ്. ആ
ആ സമയത്ത് ഉസ്താദ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇങ്ങനെ ഓർത്തു പോവാണ്. ബഹുമാനപ്പെട്ട CH ഉസ്താദ് പറഞ്ഞു, മക്കളെ, തെറ്റ് നമ്മളൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ, മനുഷ്യന്റെ മനസ്സ് തെറ്റും തിന്മയും ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും അതിനടിമയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ തെറ്റ് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ദീനായി പോകുമെന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. പറഞ്ഞ CH ഉസ്താദാണ്. നമ്മൾ കൃത്യമായി ആലോചിക്കണം. ഇതന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തെറ്റ്, പ്രത്യേകിച്ചും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനും നിലനിർത്താനും ഒക്കെ വളരെ പാടുപെടുന്ന ഒരു കാലമാണ് നമ്മുടേത്. ദീന് കയ്യിൽ വെള്ളയിൽ പിടിച്ച തീക്കനൽ പോലെയാകുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പൊരുള്? ദീനും സുന്നത്ത് ജമാഅത്തും കയ്യിലുണ്ടെങ്കിൽ പൊള്ളലും നീറ്റലും പ്രയാസമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇത് വേണ്ടെന്ന് വെച്ചാൽ, എല്ലാവരും എല്ലാറ്റിനോടും കോംപ്രമൈസ് ആവാൻ മെനക്കെട്ടാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ടവരാവാം, എല്ലാവരുടെ മുമ്പിലും നല്ല പിള്ള ജമയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീന് പറയാതെ പോയാൽ, തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്താതെ പോയാൽ, പ്രത്യേകിച്ചും ആലിമീങ്ങളായ നമ്മൾ, വലിയ വലിയ ആളുകളൊക്കെ തെറ്റു ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മൾ തെറ്റാണെന്ന് പറയുക എന്നുള്ളത് അവസാനത്തെ മുഅ്മിനിന്റെ ബാധ്യതയായി നമ്മുടെ ഓരോരുത്തരും മനസ്സിലാക്കുക. റബ്ബ് തആല നമുക്ക് ശരിയായ വഴിയും വെളിച്ചവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. 926 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ 100 കൊല്ലത്തെ ഒരു ആദർശത്തിന്റെ കഥയല്ലത്. മഹാനായ സയ്യിദുനാ അബൂനാ അബുൽ ബശർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾ, മുർസലീങ്ങൾ പ്രബോധന പ്രചരണ പ്രവർത്തനം നടത്തിയ അല്ലാഹുവിന്റെ ശരിയായ ദീൻ സ്വഹാബത്തിലൂടെ, താബിഈകളിലൂടെ, തബഉ താബിഈകളിലൂടെ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന്റെ ഒരു താവഴി സത്യം പറഞ്ഞാൽ അതത്ര സുഖകരമല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് കഷ്ടപ്പെടുത്തണേ എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. കാരണം അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുക. ആരാണ് സുഖലോലുപതയുടെ പട്ടുമെത്തയിൽ കഴിഞ്ഞവർ? ആരാണ് സുഖസുഷുപ്തിയിൽ ആറാടിക്കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയവർ? അവരൊക്കെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ചവരാണ്. അതേപോലെ തന്നെ സിദ്ദീഖീങ്ങളുടെ ചരിത്രം പരിശോധിക്കുക. അധികമൊന്നും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുക. എന്താണ് സിദ്ദീഖ് തങ്ങളെ സിദ്ദീഖാക്കിയത്? ഹബീബായ തങ്ങളോടുള്ള അടിയുറച്ച വിശ്വാസമാണ്, നിഷ്കപടമായ സ്നേഹമാണ്. ആ സ്നേഹപ്രകടനമാണ് ഏതു സമയത്തും അടിപതറാതെ നിന്ന ആദർശത്തിന്റെ കൃത്യമായ ഫലമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സിദ്ദീഖീങ്ങളുടെ പദവിയിലേക്ക് ഉയർത്തിയത്. അല്ലാഹുവേ എന്നെ നീ സിദ്ദീഖാക്കണേ എന്നാണ് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ശുഹദാക്കളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ എന്നാണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. ആരാണ് ഷഹീദ്? ആലോചിക്കേണ്ടതുണ്ട്. പോർക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ, യുദ്ധഭൂമിയിലേക്ക് സൈന്യത്തെ ഒരുക്കി പോകുമ്പോ, കുട്ടിത്വത്തിന്റെ പേരിൽ, ബാല്യത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ കുഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽ കീഴിൽ കൂടി വന്നുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ ഷഹാദത്ത് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്നെ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകണേ എന്ന് പറയുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചയക്കുമ്പോ 3 തവണ മുത്തുനബിയുടെ അരികത്ത് ചെന്നുകൊണ്ട് വീണ്ടും യുദ്ധഭൂമിയിലേക്ക് ജീവാർപ്പണം നടത്താൻ, എല്ലാം സമർപ്പിക്കാനുള്ള സന്നദ്ധതയോടുകൂടി ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ യുദ്ധഭൂമിയിൽ ചെന്നുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഔന്നിത്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ശുഹദാക്കളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ദേഹത്തേക്ക് 1 അല്ല 2 അല്ല 10 അല്ല 20 അല്ല 70 ചില്ലാനും വജ്രശരങ്ങൾ തുളച്ചു കയറുമ്പോ, അമ്പ് തുളച്ചു കയറിയിട്ട് കണ്ണിന്റെ കൃഷ്ണമണി തെറിച്ചു പോയി, കൈ മുറിഞ്ഞു വീണു, കൈ മുറിഞ്ഞ് കാലിന്റെ പകുതി പോയി, അങ്ങനെ രക്തം വാർന്നൊലിച്ച് 70-ലേറെ അമ്പുകൾ തുളച്ചു വാങ്ങിയിട്ട് ഷഹാദത്ത് വരിക്കുമ്പോഴും ഹബീബായ തങ്ങളുടെ ജീവന് കവചമൊരുക്കാൻ, ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ കവചമൊരുക്കാൻ തന്റെ പ്രിയപ്പെട്ട സഹാബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന ഷഹീദിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ഷഹീദിന്റെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ.
ആരാണ് സ്വാലിഹീങ്ങൾ? നമ്മൾ കണ്ട ഒരുപാട് മഹാന്മാരുണ്ട്. നമ്മൾ പട്ടിക്കാടാണ് നിൽക്കുന്നത്. മഹാനായ മൗലയെ കണ്ടവരാണ് നമ്മൾ. അള്ളാഹു മഹാനവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടവരാണ് നമ്മൾ. അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ KT ഇമാൻ മുസ്ലിയാരെ കണ്ടവരാണ് നമ്മൾ. അള്ളാഹു മഹാനവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഇങ്ങനെ നമ്മുടെ കണ്ണിൽ കണ്ട ഒരുപാട് സ്വാലിഹീങ്ങൾ നയിച്ചത് ഈ പുണ്യ സമസ്തയാണ്, ഈ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക്, ശുഹദാക്കളുടെ വഴിയിലേക്ക്, സിദ്ദീഖീങ്ങളുടെ വഴിയിലേക്ക്, അംബിയാ മുർസലീങ്ങളുടെ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ. നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അടിയുറച്ച് പറയാൻ കഴിയും, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ വഴിയിൽ അല്ലാഹുവേ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന്. ഈ പ്രസ്ഥാനത്തിന്റെ ഗുണം എന്താ? ഇതില്ലായിരുന്നുവെങ്കിൽ അവസ്ഥ എന്താ? പലപ്പോഴും നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊന്നും ചെന്ന് നോക്കിയാൽ അറിയാം. അധികമൊന്നും വേണ്ട, വാളയാർ ചുരം കയറിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഇല്ലാത്തത് ഇവിടെ എന്തുണ്ടോ അത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴും ദേശീയ തലത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേരളത്തിലേക്കായിട്ട് രാഷ്ട്രീയ പാർട്ടിയും വന്നിട്ടില്ല. ദേശീയ തലത്തിലാണ് അതിന് രൂപീകരിക്കപ്പെട്ടത്. ഇവിടെ അതിന് വളക്കൂറുണ്ടായതിന്റെ പിന്നിലുള്ള പ്രധാന ഘടകം എന്താ? അതൊരു വിൻ വിൻ പ്രോസസ്സാണ്. രണ്ടും ദീനുണ്ടായപ്പോ രാഷ്ട്രീയമായ അവബോധമുണ്ടായി. രാഷ്ട്രീയമായ അവബോധമുണ്ടായപ്പോ മതപരമായ ഒരു ഗ്രൗണ്ടും നമുക്കൊരു പരിധി വരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിബിഡമായ ആദർശബന്ധിതമായ കൃത്യമായ ഒരു അവബോധം അത് നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് മുമ്പിലുണ്ട്. ആലോചിച്ച് നോക്കുക, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് ചെയ്തെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മുടെ ഈമാനിന് കാവലിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അഖീദക്ക് പിഴവുണ്ടായില്ല. നമ്മുടെ അമലുകളെ, നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങളെ വികൃതമാക്കാൻ പലരും വന്നപ്പെടും. ആലോചിച്ച് നോക്കുക, ഒരു പരിധിവരെ മക്കയും മദീനയും നിലകൊള്ളുന്ന സൗദി അറേബ്യയിൽ വരെ അള്ളാഹുവിന്റെ ദീനിന്റെ വെള്ളം ചേർക്കാൻ അവിടെ മുഖ്യധാരകൾ സജീവമാകുമ്പോ ഈ കേരളക്കരയിലെ മുഖ്യധാര പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞത് ഈ ഉലമാക്കളുടെ, ഈ ഉമറാക്കളുടെ, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ തണലിൽ നിന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഖിയാമം വരെ നിലനിർത്തി തരട്ടെ. ഒന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകവും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റി. രണ്ടാമത്തേത്, നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കാണാത്ത വിധമുള്ള ഒരു മഹല്ല് സിസ്റ്റം. നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതനുസരിച്ച് കൊണ്ടാണ് ക്രിമിനൽ കാര്യങ്ങളും സിവിൽ കാര്യങ്ങളൊക്കെ നടന്നു പോവുക. എന്നാൽ സിവിൽ വിഷയങ്ങൾ ഒരു പരിധിവരെ ഒരു സമാന്തര ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞത് മനോഹരമായ മഹല്ല് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണഫലമാണ്. അത് നമുക്കുണ്ടായത് എങ്ങനെയാ? ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ മഹല്ലാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ പോലുള്ള ഒരുപാട് കൂട്ടായ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ട് അവിടെയൊക്കെ ആദർശബന്ധിതമായ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മഹല്ല് സംവിധാനം ഒരുപക്ഷെ ഇന്ത്യയിൽ കേരള മോഡൽ എന്ന പേരിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അതൊക്കെ വ്യാപിച്ചു പോകുന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് നമുക്ക് കേരളക്കരയിൽ നിലനിർത്താൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തേത്, മതപരമായ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആലോചിക്കുന്നുണ്ട്. 9 നൂറ്റാണ്ട് കാലം മുസ്ലിം നവാബുമാരും ചക്രവർത്തിമാരും ഭരണം നടത്തിയ പ്രദേശത്ത് കാലിൽ ചെരുപ്പിടാനില്ലാതെ, പൈജാമയുള്ളവർക്ക് ജുബ്ബയില്ല, ജുബ്ബയുള്ളവർക്ക് പൈജാമയില്ല, തെരുവിൽ കൈറിക്ഷ വലിച്ചുകൊണ്ട് ക്ഷയരോഗം ബാധിച്ചുകൊണ്ട് കാൽമുട്ടോളം താടിയുള്ള മുസ്ലിം പേരുള്ള വലിയ ശൈഖുമാരുടെ പേരുള്ള ആളുകൾ ഇങ്ങനെ നടക്കുമ്പോ അവരോടൊന്ന് ഫാത്തിഹ സൂറത്ത് ഓതാൻ പറഞ്ഞാൽ അവർക്കറിയില്ല. ജീവിതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയാതെ ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ കോടിക്കണക്കിന് മുസൽമാൻ അനാഥരായി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മതപരമായ അവബോധവും ആഴമുള്ള വിവരവും നമുക്കുണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയാണ്. അതുകൊണ്ട് തന്നെ ആലങ്കാരികമല്ല, വസ്തുനിഷ്ഠാപരമായി ആലോചിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ശരീരത്തിന്
ലോകത്തിന് ആവശ്യമാകുന്ന അന്നം അമ്മിഞ്ഞപ്പാല് നൽകിയ ഉമ്മയാണെങ്കിൽ നമുക്ക് ആത്മീയ വെളിച്ചത്തിന്റെ ആത്മീയമായ അന്നം, ആത്മാവിന്റെ ആദ്യാന്നം അലിഫ് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട സമസ്തയോട് നമുക്കൊരു പൊക്കൽ കൊടി ബന്ധമുണ്ട്. പെറ്റ ഉമ്മ അമ്മിഞ്ഞപ്പാല് തന്നതിനുള്ള ബന്ധമെങ്കിലും അലിഫ് പഠിപ്പിച്ചെന്ന സമസ്തയോട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാതൃത്വ ബന്ധം അത് നമ്മൾക്ക് നിലർത്തിപ്പോണ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈജ്ഞാനികമായ അവബോധമാണ്. വിദ്യാഭ്യാസപരമായ മുന്നോക്കാവസ്ഥ മതകാര്യത്തിൽ ആലോചിക്കണം. 931 ബ്രിട്ടീഷുകാരൻ മലബാറിന് ചരിത്രം എഴുതിയിട്ട് പറഞ്ഞല്ലോ, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അറബിയും മലയാളം ഇംഗ്ലീഷ് അറിഞ്ഞോളണമെന്നില്ല, മാത്തമാറ്റിക്സ് അറിഞ്ഞോളണമെന്നില്ല, മലയാളം പോലും അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ അറബി മലയാളം വശമുള്ളവർക്ക് പരിശുദ്ധ ഖുർആൻ കൃത്യമായും ഓതി തീർക്കാനും അതേപോലെ തന്നെ അവരുടെ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ആശയവിനിമയം നടത്താൻ ഒരു സാംസ്കാരികമായ ഭാഷയും ലിപിയും രൂപപ്പെടുത്തിയിട്ട് അറബി മലയാളത്തിലൂടെ ഭാഷാ സമ്പുഷ്ടമാക്കി, സാംസ്കാരിക സമ്പുഷ്ടമാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെ അവസരോചിതമായ ഉലമ ആക്ടിവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ലോകത്ത് സമാനതകളില്ലാതെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കാണാൻ കഴിയാത്ത 987 സൗദി അറേബ്യയുടെ സർവേ നടത്തിയപ്പോ അവിടുത്തെ ലിറ്ററസി, അവിടെ സാക്ഷരത 49%. അഥവാ 100 ആളുള്ളടത്ത് 51 ആൾക്ക് അലിഫ് വായിക്കാൻ കഴിയാത്ത അറബികൾ. ആലോചിക്കേണ്ടതുണ്ട്. ആ കാലത്താണ് 931 ബ്രിട്ടീഷുകാരൻ മലബാറിനെ കുറിച്ച് പറയുന്നത്. അവർക്ക് വേറൊന്നും അറിയില്ലെങ്കിലും അറബിയും അറബി മലയാളവും അറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം, മുന്നോക്ക അവസ്ഥ നമുക്ക് നൽകിയത്, സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകിച്ച് മതപരമായ കാര്യത്തിലുള്ള ഇടപെടലുകളാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്യാൻ ബഹുമാനപ്പെട്ട സമസ്തയുണ്ടായി. ഏകദേശം 20ഓളം വരുന്ന ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിയമവ്യവഹാരത്തിന്, നിയമ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കാൻ സാധിച്ചു. ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. കേരളത്തിൽ മാത്രമല്ല, കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് നമുക്കറിയാം, കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി സമാനമായ വിദ്യാഭ്യാസ സമുച്ചയങ്ങളൊക്കെ പ്രത്യേകിച്ചും മതഭൗതിക വിദ്യാഭ്യാസ സമന്വിതമായ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ പഠിച്ചിറങ്ങുന്ന പണ്ഡിത പ്രതിഭകള് ഉത്തരേന്ത്യയിലേക്ക്, ഈ രാജ്യത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക്, ലോകത്തേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭ പരത്താൻ കഴിയുന്ന പ്രാപ്തരായ പണ്ഡിതന്മാരെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കൂട്ടായ്മ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആദർശ സംരക്ഷണത്തിന് അഭിമാനത്തോടുകൂടെ നമ്മുടെ നാട്ടിൽ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി, അടുത്ത തലമുറയെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അടുത്ത തലമുറയെ ബിദ്അത്തിന്റെയും അതേപോലെ തന്നെ നവീനാശയങ്ങളുടെയും ചളിക്കുടികളിലേക്ക്, വിധഫലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ വീണു പോവാതിരിക്കാനുള്ള ഒരു കരുതൽ കാവലാണ് പ്രത്യേകിച്ചും ഈ ആദർശ ക്യാമ്പയിൻ കൊണ്ട് പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യകാലത്തൊക്കെ ഒരു പരീക്ഷണവും ഒരു പ്രതിസന്ധിയും വരുമ്പോൾ ഈമാനികമായി കരുത്താർജിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാവുന്നത്. കോവിഡ് നേരെ മറിച്ചാണ് ഒരു പരിധിവരെ നമുക്കുണ്ടാക്കിയത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ സത്യം പ്രചരിപ്പിക്കുന്നതിലേറെ അസത്യം പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കിട്ടി. യുക്തിചിന്ത വളർന്നു. അൾട്രാ ലിബറലുകളായി ലിബറലിസം നമ്മുടെ കുട്ടികളെ മനസ്സിനെ വല്ലാണ്ട് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്, യഥാർത്ഥ ദീൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട, പരിശീലിപ്പിച്ചു കൊടുക്കേണ്ട വലിയ കാലത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റുകൊടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, നമ്മുടെ മുഅല്ലിമീൻ സുഹൃത്തുക്കളുടെ ഈ കൂട്ടായ്മ, ഉസ്താദുമാരുടെയും വളരെ ശ്രദ്ധേയമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷകഘടകങ്ങളിൽ വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കലായി പ്രവർത്തനങ്ങളെ ചുവടൊപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇങ്ങനെ ആദർശ ക്യാമ്പയിന് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇത് വിഭാവനം ചെയ്യുന്ന ഓരോ സംവിധാനങ്ങളും ഓരോ സെഷനുകളും നമ്മുടെ ഈമാൻ രക്ഷിക്കാനുള്ളതാണ്, ആഖിറത്തിലേക്കുള്ള വഴിവെളിച്ചമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പദ്ധതിയുടെ, ഈ ക്യാമ്പയിന്റെ വിജയത്തിന്
വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രവർത്തിക്കാം, ആകും വിധം സഹകരിക്കാം. റഹ്മാനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്യട്ടെ. ഇജ്ജത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ബന്ധപ്പെട്ടവരും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഈ സംരംഭത്തെ, പ്രത്യേകിച്ചും ഇത്തരം പ്രവർത്തനങ്ങളെ റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട് മാത്രമല്ല, ലോകം മുഴുവനും ഒരു യുദ്ധ കാർമേഘത്തിന്റെ കെടുതിയിലൂടെ കടന്നു പോവുകയാണ്. പശ്ചിമേഷ്യയുടെ അശാന്തി ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഇസ്രായേൽ എന്ന ജൂത രാജ്യത്തിന്റെ തമ്മാടി രാജ്യത്തിന്റെയും അമേരിക്ക എന്ന ചട്ടമ്പിയുടെയും വെണ്ടാത്തരങ്ങൾ തിട്ടൂരത്തിന്റെ മുമ്പിൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. അടുക്കള മുതൽ നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും അതിന്റെ പ്രതിസന്ധി പടരുകയാണ്. ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ നേട്ടങ്ങളൊക്കെ, നമ്മുടെ മിനാരങ്ങൾ ഇത്രമേൽ ഉയർന്നത്, നമ്മുടെ മദ്രസയ്ക്ക് ഇത്രമേൽ പ്രൗഢി ഉണ്ടായത്, നമ്മുടെ വീടിൽ ഇത്രമേൽ സൗകര്യങ്ങൾ ഉണ്ടായത്, നമ്മുടെ വസ്ത്രത്തിന് ഇത്രമേൽ പളവളപ്പുണ്ടായത്, നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കാനായത്, നമുക്ക് നന്നായി ജീവിക്കാനായത് എല്ലാം പ്രവാസിയുടെ വിയർപ്പാണ്. ഇന്ന് പ്രവാസികളൊക്കെ പല ജാതി പ്രയാസങ്ങളുടെ നീർച്ചുടിയിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് പശ്ചിമേഷ്യയിൽ ശാന്തിയും സമാധാനവും നൽകട്ടെ. നമ്മുടെ പ്രവാസികളെ പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. റഹ്മാനായ റബ്ബ് ലോകത്ത് ശാന്തിയും സമാധാനവും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. സമാധാനപൂർണമായി വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനം നടത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സംരംഭവുമായി സഹകരിക്കുന്ന, സഹായിക്കുന്ന, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.